அன்பார்ந்த சகோதர சகோதரிகளே, தாய்மார்களே, எனதூர் மக்களே, உங்களுக்கு எல்லாവർക്കും தெரியுமா, ഈ വരപ്പോകിன்ற சட்டமன்ற தேர்தலில் குளச்சல் தொகுதியில் தமிழக வெற்றி கழகம் சார்பில் விசில் சின்னത്തിന് டாக்டர் பிரேம் அலெக்ஸ் லாரன்ஸ் அவர்கள் போட்டியிட உள்ளார். இந்த ഡോക്ടർ ഇന്നു കാലയിൽ நமது ഊരാന പടുവാക്കരയിലും കൊടുമുട്ടിയിലും ജനങ്ങളെ സന്ധിത്തു പേശിയിരുന്നാർ. ഇന്നികഴ്ചയിൽ കൊടുമുട്ടി நமது ജോസ് അണ്ണൻ കെയറഫിൽ ഒരു കോരിക്കை நமது டாக்டர் லாரன்ஸ் அவர்களிடம் கொடுத்து விட்டேன். அது என்னதென்று உங்களுக்கும் தெரியணும். ஏன்னு கேட்டால், நம்ம ஊரில் இப்படிப்பட்ட അന്യായങ്ങൾ നടക്കുന്നത് എല്ലാവർക്കും தெரிஞ்சிരിക്കണം. അതായത് നെയ്യൂർ പഞ്ചായത്തിൽ 15 വാർഡിലുമുള്ള മൊത്തം വേസ്റ്റ് കുപ്പകളെ இந்த കാരയിലിരിക്കുന്ന ഗ്രൗണ്ടിൽ പോട്ടുതാൻ ഇരിക്കുന്നത്. அந்த ഗ്രൗണ്ടിൽ இந்த തീ അവരെരിക്കുന്നതിടത്തു നിന്ന് കാലെടുത്ത് വെക്കുന്നത് அந்த അങ്കനവാടി അര ക്ലാസ്സിലോട്ടാണ്. അപ്പം അങ്ങ് എരിക്കുന്ന മൊത്തം പുകകളും ശ്വസിക്കുന്നത് அந்த അങ്കനവാടി പിള്ളകളെല്ലാം ശ്വസിക്കുന്നത് இந்த புகைയാണ്, இந்த வேஸ்டிൻ്റെ புகை. எவ்வளவு அநியாயம் நீங்கள் நினச்சி பாருங்க மக்களே. அது கவர்மெண்ட் ஒதுக்கிய இடம், അംഗനവാടിക്ക് ഒതുക്കിയ ഇടം. അത് നെയ്യൂർ പഞ്ചായത്തിലെ വേസ്റ്റ് പോടാൻ ഒതുക്കിയ ഇടമേ അല്ല. അത് വേസ്റ്റ് പോട്ടതും പോട്ട് അത് എരിക്കുന്നതും അങ്കത. ഇതിനെതിരെ ജോസണ്ണനും அந்த ஊர் மக்களும் ചേർന്ന് நிறைய இடத்துல ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തിരുന്നതെന്ന് ചൊല്ലി. ഏതും ഇരിക്കട്ടെ, நம்ம தொகுதியில் போட்டியிடும் நமது டாக்டர் பிரேம் லாரன்ஸ் அவர்கள் கையிலும் இன்று கொடுத்து விட்டேன். அவங்க வெற்றி பெற்று வந்தால் கண்டிப்பாக இது நிப்பாட்டி தராம் என்று சொல்லி. ஆனால் அவர் வெற்றி பெற்று வந்தால் மட்டுമല്ല, இதுக்கு മുന്നേ ആണെങ്കിലും ഇപ്പടിയൊരു സംഭവം നടന്നത് അവരുടെ കാതിൽ പെടവേ ഇല്ല. அப்படி இருந்தாൽ ഇതെന്നേ നീക്കം ചെയ്തേനെ. இப்படி കൊടുമുട്ടി ഗ്രൗണ്ട് ഉണ്ടെന്നുള്ള എനിക്കും தெரியும். இந்த ഗ്രൗണ്ട് ക്ലീൻ ചെയ്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ இந்த ഗ്രൗണ്ടിൽ ഓടാനൊക്കെ ഉണ്ട്. വിടിയകാലം 5 മണിക്ക് കൊടുമുട്ടി സുനിലെ, ടിൻസി, ഞാനും എല്ലാവരും പോകുമായിരുന്നു. ഇപ്പം എൻ്റെ ഉടൽനില ശരിയല്ലാത്ത കാരണത്താലും இந்த എലക്ഷൻ വർക്കിനാലും ഞാൻ പോവുകയില്ല. ஆனால் இப்படி കുപ്പകൾ കൊണ്ട് കൊട്ടായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ரொம்ப സങ്കടമായിരിക്കുന്നു. ഇത് നമുക്ക് നേരമേ தெரிஞ்சிருந்தாൽ ഇതിനെതിരെ നമുക്ക് ശബ്ദം ഉയർത്താം. ഇപ്പോൾ இந்த எலெக்ஷன் டைம் ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ முடியாது. നമ്മൾ എന്നാ ചെയ്താലും அவங்க ചൊല്ലുക വോട്ടിന് വേണ്ടിയാണ്. അതിനാൽ இந்த എലക്ഷൻ മുടിഞ്ഞ ഉടനെ ഡോക്ടർ ചൊല്ലി റിസൾട്ട് വരും മുന്നേ നമുക്കിതിന് മുൻഗണന കൊടുത്ത് ഇതെത്രയും പെട്ടെന്ന് ശരി പണി തരാമെന്നും